അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മളെല്ലാവരും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം ആരാധനകളിലൂടെയാണ് നിലനിർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശമായി കൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ആരാധന നിർവഹിക്കുന്ന വിഷയത്തിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ല. ആരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതമാണ്. ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, വിശിഷ്ടമായ ഒരു ജീവിതമാണ് അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഈ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പാത്രീഭൂതരാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം കുടുംബത്തെ പ്രത്യേകമായി ആരാധനകൾക്ക് പ്രേരിപ്പിച്ചതായിട്ടുള്ള വചനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് അതിന് മാതൃകയായി കാണുവാൻ സാധിക്കും. അള്ളാഹു തആല പറയുകയാണ്, വ ഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിൻ്റെ കുടുംബത്തെ നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെ കുടുംബങ്ങളിൽ ആരാധനകൾക്ക് പ്രചോദനമേകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് വിവാഹം എന്നുള്ളത്. വിവാഹിതരായി ആദ്യ ദിവസം അവർ അവരുടെ വീട്ടിൽ സമ്മേളിക്കുമ്പോൾ അവർ 2 റക്അത്ത് നിസ്കരിക്കണമെന്നും എന്നിട്ട് അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കണമെന്നും നിർദ്ദേശിക്കുന്ന പ്രവാചക വചനം നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ അവർ വലുതായി വരുമ്പോൾ കുട്ടികളെ കാണുന്ന രൂപത്തിൽ നമസ്കരിക്കുകയും കുട്ടികളോട് നമസ്കാരം ശീലിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന പ്രവാചക വചനം, മുറൂ ഔലാദക്കും ബിസ്വലാത്ത് വഹും അബ്നാഇ സബ്അ സിനീന. അവർക്ക് 7 വയസ്സുണ്ടാകുമ്പോൾ നിങ്ങളവരെ നമസ്കാരം ശീലിപ്പിക്കണം, നിങ്ങളവരോട് നമസ്കാരം കൽപ്പിക്കണമെന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിൻ്റെ കാര്യത്തിലും ഇതുപോലെയുള്ള കണിശതകൾ കാണിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. റമദാൻ മാസം ആഗതമായി അതിൻ്റെ അവസാന നാളുകളിലേക്കൊക്കെ എത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ ഷദ്ദ മിസ്റഹ. പ്രവാചകൻ മുണ്ട് മുറുക്കിയെടുക്കുകയും വഅയ്ഖല നിസാഅഹു, തൻ്റെ സ്ത്രീകളെ ഭാര്യമാരെ ആരാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നതാണ്. മാത്രമല്ല തഹജ്ജുദ് നമസ്കാരത്തിന് വലിയ പുണ്യമുള്ളത് നമുക്കറിയാം. ആ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരാൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയും എന്നിട്ട് തൻ്റെ ഇണയെ വിളിച്ചുണർത്തുകയും അവർ എഴുന്നേൽക്കാൻ അല്പം വിസമ്മതം കാണിച്ചാൽ അവരുടെ മുഖത്ത് അല്പം വെള്ളം തെളിച്ചിട്ടാണെങ്കിലും അവരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കരിപ്പിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹു റജുല, അത്തരം ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആരാധനകൾ കുടുംബത്തിൽ പ്രാക്ടിക്കലാക്കുകയും അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നത് വലിയ പുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവാചകൻ എഴുത്തിക്കാഫ് ഇരിക്കുമായിരുന്നു എന്നും തൻ്റെ അവസാനത്തെ റമദാനിലെ 20 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫ് ഇരുന്നിരുന്നുവെന്നും പ്രവാചകൻ്റെ കാലശേഷം തൻ്റെ ഭാര്യമാർ പള്ളികളിൽ എഴുത്തിക്കാഫ് ഇരുന്നിരുന്നു എന്നുമൊക്കെയുള്ള പ്രവാചക വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ നാം ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മുഴുവൻ സഹായങ്ങളും ഈ ലോകത്തും പരലോകത്തുമുള്ള മുഴുവൻ വിജയങ്ങൾക്കും കാരണമായി തീരുന്ന ആരാധനകളിൽ നാം കണിശത പുലർത്തുകയും അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിർവഹിക്കുകയും ചെയ്യണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.